ഹരി, ഇതിൽ ഇപ്പോൾ തന്നെ തന്ത്രിയെ ചൊല്ലിയുള്ള രാഷ്ട്രീയ പോര് തുടങ്ങിക്കഴിഞ്ഞു. ഇതിൽ പ്രധാനമായിട്ടും ഇന്നിപ്പോൾ മന്ത്രി പി രാജീവിന്റെ പ്രതികരണം നമ്മൾ കണ്ടു. ഈ ഉത്തരവിൽ അസാധാരണത്വമുണ്ടെന്ന് എം.വി. ഗോവിന്ദന്റെ പ്രതികരണം നമ്മൾ കേട്ടു. ഇതടക്കം തന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കി മന്ത്രിയെ രക്ഷിക്കുക എന്നുള്ളൊരു ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്താണ് ഡെവലപ്മെന്റ്? ശ്രുതി, തീർച്ചയായിട്ടും അത് ഒരു രാഷ്ട്രീയ വിവാദം കൂടിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം തന്ത്രിയെ അറസ്റ്റ് ചെയ്ത സമയം മുതൽക്ക് തന്നെ വലിയ രീതിയിൽ സർക്കാർ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് വിവിധ കോണുകളിൽ നിന്ന് അഭിപ്രായം ഉയർന്നിരുന്നു. SIT ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദം മൂലം കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് തന്ത്രിയുടെ അറസ്റ്റ് വഴി SIT നടത്തിയത് എന്നുള്ള ആരോപണമായിരുന്നു BJP അടക്കമുള്ള കക്ഷികളും തന്ത്രി സമാജം പോലുള്ള സംഘടനകളും ഒക്കെ തന്നെ ഉയർത്തിയിരുന്നത്. ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിലടക്കം ഇവർ പോകുന്ന ഒരു സാഹചര്യവും, അതായത് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പോകുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉയർത്തുന്ന ഒരു ഘട്ടവും ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് തന്ത്രിക്കെതിരെ തെളിവുകൾ ഉണ്ട് എന്നുള്ളതായിരുന്നു SIT ചൂണ്ടിക്കാണിച്ചിരുന്നത്. റിമാൻഡ് റിപ്പോർട്ടിലടക്കം തന്ത്രിക്കെതിരെ, അതായത് തന്ത്രി കൃത്യമായി ആചാരലംഘനം ലംഘിച്ചു എന്നുള്ളതിന്റെ തെളിവുകൾ അടക്കമുണ്ട് എന്നുള്ളതായിരുന്നു SIT ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ 41ാമത്തെ ദിവസം തന്ത്രി കണ്ഠര രാജീവിന് പുറത്തേക്ക് വന്ന സാഹചര്യത്തിലാണ് SIT മാത്രമല്ല സംസ്ഥാന സർക്കാർ കൂടി ഈ പ്രതിസന്ധിയിലേക്ക് ആകുന്നത്. അതുകൊണ്ട് കൂടിയാണ് അതൊരു വലിയ വിവാദത്തിലേക്ക് മാറിയത്. പക്ഷേ ഇന്നിപ്പോൾ നിയമമന്ത്രി അടക്കമുള്ള ആളുകൾ ഇതിനെ ഈ കോടതി വിധിയെ വിമർശിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. പി രാജീവ് നിയമമന്ത്രി പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരു അവസാന വിധി പോലെയാണ് കൊല്ലം വിജിലൻസ് കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. ഒരു ജാമ്യ ഹർജിയിൽ ഉത്തരവ് വരുന്നത് പോലെ, വിധി വരുന്നത് പോലെ അല്ല അതിൻ്റെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നത്. അതിലൊരു അസാധാരണത്വമുണ്ട്. സുപ്രീം കോടതി ഇത്തരത്തിൽ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ടുള്ള വിധി പുറപ്പെടുവിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഉത്തരവുകളായിട്ട് വരാറുണ്ട്. പക്ഷേ ഒരു കീഴ്ക്കോടതി, അതായത് കൊല്ലം വിജിലൻസ് കോടതി പോലൊരു കോടതി ഇത്തരത്തിലൊരു ജാമ്യാപേക്ഷയിൽ വിധി പറയുമ്പോൾ അതിന് ഒരു അസാധാരണത്വം തോന്നുന്നു. അത് വലിയ രീതിയിൽ ആ വിധിക്കകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് നിരീക്ഷണങ്ങളും പരാമർശങ്ങളും അടക്കം ആ കൊല്ലം വിജിലൻസ് കോടതിയിലെ ചില അസാധാരണത്വങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ വിമർശനം ഉയരുന്നത്. അതിൽ ഏറെക്കുറെ ചില വസ്തുതകൾ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. അതായത് 94 പേജുള്ള ഒരു വിധിപ്പകർപ്പാണ് കൊല്ലം വിജിലൻസ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അടുത്ത കാലത്തൊന്നും ഇങ്ങനെ വിശദമായി വാദം കേട്ട് അതിന്റെ നിരീക്ഷണങ്ങൾ നടത്തി ചില പരാമർശങ്ങളൊക്കെ നടത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് പുറത്തിറങ്ങിയിട്ടില്ല. പ്രത്യേകിച്ച് ഒരു ജാമ്യാപേക്ഷയിൽ 94 പേജുള്ള ജാമ്യാപേക്ഷയിൽ SITക്കെതിരെ തന്ത്രിയുടെ അഭിഭാഷകൻ ഉയർത്തിയ എല്ലാ വാദങ്ങളും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് കൊല്ലം വിജിലൻസ് കോടതി നിരീക്ഷണം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിലാകെ ഒരേ ഒരു വരി, ആ 94 പേജുകൾ വായിക്കുമ്പോൾ ഒരേ ഒരു വരി മാത്രമാണ് SITക്ക് അനുകൂലമായുള്ളത്. അതായത് ഈ തന്ത്രിക്കെതിരെ ഉയർത്തിയിരിക്കുന്ന ചില ആരോപണങ്ങൾ അല്ലെങ്കിൽ തന്ത്രിക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിന്റെ സ്വഭാവം, അതിനൊരു ഗുരുതര സ്വഭാവമുണ്ട് എന്നുള്ള ഒരു വരി ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്ത്രിയുടെ അഭിഭാഷകർ ഉയർത്തിയിട്ടുള്ള വാദങ്ങളെ സാധൂകരിക്കുക അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കുന്ന മട്ടിലാണ് കോടതിയുടെ നിരീക്ഷണങ്ങളെല്ലാം തന്നെ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ബന്ധത്തിൽ ഈ തന്ത്രിയുടെ അഭിഭാഷകൻ ഹാജരാക്കിയിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ അംഗീകരിച്ച മട്ടിൽ തന്നെയാണ് SIT വിമർശിക്കുന്നത്. മാത്രമല്ല SIT ചില വിവരങ്ങൾ മറച്ചുവെച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ആ വിധിക്കകത്തുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുക്കൾ ശബരിമലയിൽ ജോലി ചെയ്തിരുന്നു എന്നുള്ള കാര്യം കോടതിയെ അറിയിച്ചിട്ടില്ല എന്നുള്ളത് കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവിലുണ്ട് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളാണ് ഈ വിവാദത്തിന് വഴി തെളിക്കുന്നത്. ശരി, വ്യക്തമാണ്. ഹരിമോഹനും ശ്യാം ദേവരാജുമാണ് വിശദാംശങ്ങൾ നൽകിയത്.